എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. അങ്ങനെ നമ്മുടെ സിന്ദൂറിൻ്റെ ഓപ്പറേഷൻ താൽക്കാലികമായി നാം നിർത്തിവച്ചിരിക്കുകയാണ്. കാരണം മൊത്തത്തിന് നിർത്താൻ ഉള്ള സമയം ആയിട്ടില്ല. അത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. കാരണം നാം യുദ്ധം ചെയ്ത ഈ പാകിസ്ഥാനെ നമുക്കൊരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. യഥാർത്ഥത്തിൽ അവർ ഇസ്ലാം കാഫറുകളാണ്. ഈ ഇസ്ലാമുകാർ കാഫറുകൾ എന്ന് പറഞ്ഞാൽ ചെകുത്താന്മാർ, അങ്ങനെ അതായത് ദൈവം ഇല്ലാത്തവരാണ്. യഥാർത്ഥത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ കാഫറെന്ന് പറയുന്നത് പാകിസ്ഥാനിലുള്ളവരാണ്. പിന്നെ അത് ഇപ്പോഴെങ്കിലും ഒരു ഓക്സിജൻ നിന്ന് പോകണം. എന്താ വെച്ച് കഴിഞ്ഞാൽ ഏതോ ചില നല്ല ദൈവവിശ്വാസമുള്ള മുസ്ലിങ്ങൾ അവിടെ ഇരുന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് മാത്രമാണ് അത് മൊത്തത്തിന് അഗ്നിഗോളമാകാതിരിക്കുന്നത്. അതർവൈസ് അത് അഗ്നിഗോളമാകേണ്ടതായിരിക്കുന്നു. നമ്മളൊന്നുകൂടെ ഒരു ദിവസം കൂടെ നമ്മളൊന്നുകൂടെ ആ ഓപ്പറേഷത്തിന് നിന്നിരുന്നെങ്കിൽ കഥ വേറെ ആകുമായിരുന്നു. എനിവേ, സാരമില്ല. ഒരു താൽക്കാലിക വെടിനിർത്തൽ കരാറുണ്ടാക്കിയെങ്കിൽ അതിനുശേഷം അവിടെ എവിടെയും അവരുടെ ഒരു ചെറിയ ഈ പടക്കം പൊട്ടിക്കൽ പരിപാടി അവർ നടത്തിക്കൊണ്ടിരിക്കണം. കാരണം അവർക്ക് വേറെ ഒന്നുമില്ല. അവർക്ക് അതേ അറിയൂ. അവർക്ക് ഈ അവരുടെ ബ്ലഡിൽ ഈ മനുഷ്യത്വം എന്നുള്ളതില്ല. അത് മരവിച്ചു പോയി. ചില അവരുടെ ഈ സോഷ്യൽ മീഡിയ ചില കാണുന്ന ആൾക്കാരിന്ന് കൈയടിക്കുന്നു. കുറേ ആൾക്കാർ എന്തൊക്കെയോ അവിടെ ഒരു പട്ടാള നേതാക്കന്മാർ സംസാരിക്കുന്നു. അവരുടെ മന്ത്രിയൊക്കെ കൈയടിച്ചവരങ്ങ് ആർക്കില്ല. കാരണം ഇതെല്ലാം പട്ടാളക്കാരായിരിക്കും, അവരുടെ ഫാമിലി ആയിരിക്കും. കാരണം അവിടെ സുഖമായി ജീവിക്കുന്നത് പട്ടാള ഓഫീസേഴ്സിൻ്റെ ഫാമിലി മാത്രമാണ്. ഇനി കുറച്ച് കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റും അവിടെ പട്ടിണി മരണങ്ങളുണ്ടാകും, കുടിവെള്ളമില്ലാതാകും, വൈദ്യുതി ഇല്ലാതാകും, ആവശ്യ വസ്തുക്കൾ കിട്ടാതാകും. അപ്പോൾ ഇതിൻ്റെ എല്ലാ ലോഡും ഭരണമെന്ന് പറഞ്ഞ മന്ത്രിമാരോടും പട്ടാളക്കാരുടെ മേക്കിട്ടാണ്. അവിടെ രക്തച്ചൊരിച്ചിലുകൾ. അപ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം. ഇപ്പോൾ നമുക്കൊരു സ്വസ്ഥതയ്ക്ക് വേണ്ടിയാണ് നാം അവർക്ക് 2-3 ദിവസം ഒരു പ്രഷർ കൊടുത്തെങ്കിൽ ഇനി അവർക്ക് വരാൻ പോണ പ്രഷർ അവരുടെ ജനങ്ങളിൽ നിന്ന് തന്നെയായിരിക്കും. അത് വളരെ വൈകാതെ കിട്ടും. സോ നമുക്ക് കാത്തിരുന്ന് കാണാം. ഇനി നാം ആഗ്രഹിക്കുന്നത് നമ്മുടെ സഹോദരങ്ങൾ, അതിർത്തി ഗ്രാമങ്ങൾ ഉണ്ടായിരുന്നവർ അവരുടെ ഗ്രാമങ്ങൾ ഉപേക്ഷിച്ച് കുറച്ച് ദൂരെ പോയി സുരക്ഷിതത്തിനായി അവർ മടങ്ങി വരണം. മടങ്ങി വന്ന് അവരെ റീഹാബിലേറ്റ് ചെയ്യണം. അത് ഗവൺമെൻറ് അവർക്ക് വേണ്ടി എല്ലാ സപ്പോർട്ടും ചെയ്തു കൊടുക്കണം. അവർ സമാധാനമായി ജീവിക്കുന്ന ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടായിരിക്കണം. ഒരിക്കൽ ഇനിയൊരു ഷെല്ലിങ് ഉണ്ടാകുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാകാൻ പാടില്ല. പക്ഷേ എങ്കിൽ തന്നെയും അതൊരിക്കൽ മൊത്തത്തിനത് നാം നിർത്തിയിരിക്കും. അന്നായിരിക്കും നമ്മുടെ സിന്ദൂർ ഓപ്പറേഷൻ്റെ അവസാനവും. എന്നിവർ അടങ്ങിയിരിക്കുന്ന അതുവരെ അത്രയും കാലം നമ്മുടെ ഈ സിന്ദൂർ എന്ന നമ്മുടെ ദൗത്യം തുടർന്നുകൊണ്ടേയിരിക്കും. അതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അതുകൊണ്ട് അതിർത്തി ഗ്രാമങ്ങളിൽ ഉള്ള സഹോദരങ്ങൾ അവരുടെ അവരുടെ സെറ്റിൽമെൻറ്റിനെ കുറിച്ച് നമ്മളെല്ലാം പ്രാർത്ഥിക്കണം. എത്രയും വേഗം അവരുടെ മനസ്സിൽ നിന്ന് ഭീതികൾ മാറണം. നമുക്കറിയാൻ പറ്റും അവിടെ 2 സ്കൂൾ ടീച്ചർമാർ ക്രൈസ്റ്റ് സ്കൂളിൽ കാശ്മീരിൽ വർക്ക് ചെയ്തവരുടെ ചില വിവരങ്ങൾ നമ്മൾ കേട്ടതാണ്. ദൂരെ ഇരുന്ന് കേരളത്തിൽ അവിടെ ഇരുന്ന് ഇതത്തെപ്പറ്റി നമ്മളിത് അടിക്കുമ്പോൾ യഥാർത്ഥ രംഗം കണ്ട് മടങ്ങിയവരാണവർ. ആ ഭീകരതയെക്കുറിച്ച് അവർക്കറിയാം. അവരത് പറഞ്ഞു. അത് കേട്ടപ്പോൾ തന്നെ മറ്റുള്ളവർക്കത് മനസ്സിലാക്കാം. സോ ഇവിടെ ഇരുന്ന് അർമാദിക്കുന്ന
പല ആൾക്കാരെ കളിയാക്കുകയും എന്താ പറയുക, ഒരു നെഗറ്റീവ് ടോക്ക് ചെയ്യുന്നവരും ഒന്ന് ചിന്തിക്കുക. ഇത് ഒരു സാധാരണ ഒരു കളിയല്ല. ആരുടെയെങ്കിലും ജീവൻ നഷ്ടപ്പെടുകയാണ്. ആരുടെയെങ്കിലും ജീവൻ നഷ്ടപ്പെടുമ്പോൾ നമ്മൾ എന്ത് കൊടുത്താലും ആ കുടുംബത്തിൻ്റെ നഷ്ടം നികത്താൻ ആർക്കും പറ്റില്ല. അതുകൊണ്ട് ഒരു ജവാനായിരുന്നാലും ഒരു സിവിലിയനായിരുന്നാലും യുദ്ധത്തിൻ്റെ പേരിൽ അവർ ജീവൻ ഹോമിക്കപ്പെടരുത്. അതിനുള്ള സർവ്വസന്നാഹങ്ങളും അറ്റ് ദ മാക്സിമം നമ്മുടെ ഗവൺമെൻറ് ചെയ്യുന്നുണ്ട്. നമ്മളെല്ലാം അതിൽ സന്തോഷമാണ്. ഒപ്പം ഈ അതിർത്തി ഗ്രാമങ്ങളിൽ ചിലവർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. അവരുടെ കുടുംബങ്ങളെയും നാം ഈ നിമിഷം ഓർക്കണം. അവർക്ക് വേണ്ടി നമ്മൾ ഈശ്വരനോട് ധ്യാനിക്കണം. ഒപ്പം നമ്മുടെ ജീവൻ നഷ്ടപ്പെട്ട ജവാന്മാരും അവരുടെ കുടുംബങ്ങളെയും നമ്മൾ ഈ ഒരു നിമിഷമെങ്കിലും ഓർക്കണം. ഒപ്പം ഈ നയിച്ച പടത്തലവന്മാരെയും ആ പടയിലുണ്ടായിരുന്ന പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാ ഭടന്മാരെയും അവർക്ക് വേണ്ട പ്രചോദനം കൊടുത്തവരെയും എല്ലാവരും നമ്മൾ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മുടെ സ്നേഹവും നമ്മുടെ ആദരങ്ങളും നമ്മൾ അർപ്പിക്കുകയാണ്. ഇനിയും അവർക്ക് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ തൻ്റെ ഇടമായി പൊരുതാനും അവർക്കാണുള്ള ഒരു ഉത്തേജനം ഉണ്ടാകാനും നമ്മുടെ പ്രാർത്ഥനയാണ് അവർക്ക് ആവശ്യം. അവർക്കെല്ലാവർക്കും നല്ലത് വരട്ടെ എന്നൊക്കെ ആശംസിക്കാം. വീണ്ടും ഈ സിന്ദൂറിൻ്റെ ഒരു ജൈത്രയാത്ര നമ്മൾ തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കും. എന്നത്തേക്കാണ് നാം ഇതിനൊരു അവസാനം കൊടുക്കുക, അതുവരെ നമ്മൾ ഓരോ ഈ കാഫറുകളുടെ ചലനവും നമ്മൾ വീക്ഷിച്ചുകൊണ്ടേയിരിക്കും. എൻ്റെ സ്നേഹമുള്ള മാധ്യമപ്രവർത്തകരും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസും അവരെല്ലാം കാണിച്ച ഓരോ എന്താ പറയുക, അവിടെ ആ യുദ്ധമേഖലയിൽ നടന്ന ഓരോ കാര്യങ്ങളും അത് എത്രയും വേഗം നമ്മൾ എത്തിക്കാൻ കാണിച്ച അവരുടെ പ്രയത്നവും ആ യുദ്ധമുഖങ്ങളിൽ പോയി അവിടുത്തെ വിവരങ്ങൾ കളക്ട് ചെയ്ത് നമ്മളിലേക്ക് എത്തിച്ച അവരെ നാം ഈ നിമിഷം ഓർക്കുകയാണ്. ഇനി ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് കിട്ടിയ ഹോട്ട് ന്യൂസുകൾ, യുദ്ധവാർത്തകൾ വലിയ താമസമില്ലാതെ നമുക്കെത്തിക്കാൻ അവരും മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. അവർ ഈ നിമിഷം നമ്മൾ ഓർക്കുകയാണ്. എല്ലാവർക്കും നല്ലത് വരട്ടെന്ന് പ്രാർത്ഥിക്കാം. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിൽ. താങ്ക് യു.